தயிர் சேமியா எப்படி பண்ணுறது பார்க்கலாம். ரொம்ப சீக்கிரம் நாங்கள் பண்ணி கொடுக்குறோம். நல்ல டேஸ்டியான இந்த டிஷ்ஷு கர்ட் ரைஸு போல் നമുക്ക് ഇത് ரொம்ப சீக்கிரம் பண்ணி எடுக்கலாம். அதுக்கு ആദ്യം ഒരു വാനിലയിൽ 2 ടീസ്പൂൺ ഇപ്പോൾ തേങ്ങ എണ്ണയൊക്കെ എടുത്തിരിക്കാൻ നെയ്യ് വേണമെന്നാൽ നെയ്യ് എടുக்கலாம். ഒരു 1.5 കപ്പ് സേമിയാവ് നല്ല ചുമക്ക വറുത്തെടുക്കണം. இது வறுக்காத சேமியாவுக்கு எடுத்திருக்கேன். கொஞ்சம் கட்டியான சேமியாக்கும், ரொம்ப மெல்லிஷான சேமியா அல்ல. നന്നാ ചുമന്ന് പൊന്നിറമാകുമ്പം അതിൽ ഒരു 5 മുതൽ 6 കപ്പ് വരെ ചുടുതണ്ണിയാക്കും വിട്ടിരിക്കேன். ഇപ്പം വെള്ളം തിളപ്പിച്ചെടുക്കരുതെന്നുണ്ടാകുന്ന സേമിയാവ മാറ്റിയിട്ട് വെള്ളം നന്നാ തള വന്നതിന് പിറகு സേമിയാവ് പോട്ട് ഇതുപോലെ നന്നാ കുക്ക് പണി എടുക്കല. സേമിയ നന്നാ വെന്ത് വരുമ്പം ഒരു സ്ട്രെയിനറിൽ സേമിയാവ് നന്നായി ഇതുപോലെ അരിച്ചെടുത്തിട്ടാൽ പോരും. അതിൽ നിറച്ച് തണ്ണി വിട്ട് ഇതുപോലെ നന്നാ വാഷ് പണി എടുക്കല. നന്നാ വെള്ളം ഊറ്റി വരുമ്പം നമ്മൾ ഏത് പാത്രത്തിലാക്കുമ്പോൾ മിക്സ് பண்ணுறதுக்கு എടുക്കരുത്. அந்த பாத்திரத்தில் இந்த சேமியாவை போட்டு தேவைக்கேற்ற கொஞ்சம் உப்பும் போட்டு இப்போ 1.5 കപ്പ് நான் മോരാക്കും എടുത്തിരിക്കാൻ. ரொம்ப പുളിയുള്ള മോരല്ല, ഒരു മീഡിയം പുളിയുള്ള മോരാക്കും എടുത്തിരിക്കുക. മോര് വിട്ട് നന്നാ മിക്സ് പണിയതിന് ശേഷം അതിൽ 1 കപ്പ് പാലും കൂടെ വിട്ട് നന്നാ കിളറി ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ നമുക്ക് മാറ്റി വയ്ക്കല. இந்த சேமியா ஏகദേശம் அந்த தண்ணியெல்லாம் உறிஞ்சி நல்ல கொஞ்சம் கட்டியாக நமக்கு கிடைக்கும் அந்த கூட்டு. அப்போ அந்த கரெக்டாக அந்த புளிப்பும் ரொம்ப வராதக்கு கரெக்டாக இருக்கும். അപ്പോൾ നമ്മൾ വിട്ടപ്പോൾ നല്ല ലൂസായിരുന്നത് ഇപ്പം നന്നാ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ 1 കപ്പ് നല്ല ഗട്ടി തൈരും കൂടെ നന്നായി ഇതുപോലെ ഉടച്ച് ചേർത്ത് വരില്ല. ഇതൊട്ടും പുളിയില്ലാത്ത തൈരാക്കും. ഇതിപ്പം നല്ല ചിൽ പണി ആക്കും സെർവ് பண்ணுறதுக்கு പിടിക്കുമാന இந்த കൂട്ട നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2 മുതൽ 3 മണിക്കൂർ വെച്ചിട്ട് പിന്നെ ഇത് താളിപ്പ് ചേർത്താൽ പോരും. താളിപ്പിക്കും തേങ്ങ എണ്ണയിൽ കടുക്, കാഞ്ചമുളക്, ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും അവൾക്ക് എത്രയാക്കുമോ ടേസ്റ്റിക്ക് വിരുപ്പം അതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തുകൊണ്ടോ. കൂട്ടത്തിൽ കൊഞ്ചം മുന്തിരിപ്പരിപ്പും പോട്ടിരിക്കുക. ഇത് 3ഉം അവളോടെ ടേസ്റ്റിക്ക് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യല. ഒന്ന് നിറം മാറി പൊൻനിറമാകുമ്പം അതിൽ ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പിലയും കൂടെ പോട്ടിരിക്കുക. ഇഞ്ചിയും പച്ചമുളകും അവൾക്ക് എത്രയാക്കുമോ എരിവ് വേണ്ടത് അതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തുകൊണ്ടോ. ലാസ്റ്റിൽ കൊഞ്ചം കായപ്പൊടിയും அந்த എണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുക്കരുത്. കൊഞ്ചം ലാസ്റ്റ് ഗാർണിഷിங்க்கு മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം அந்த சேமியாவில் மிக்ஸ் பண்ணி இப்போ வெஜிடபிள்ஸ் ஆட் பண்ணுறதுக்கு பிடிக்காதவளுக்கு இந்த താളിപ്പ് മാത്രം പോട്ടാൽ പോരും. ഇതിപ്പോൾ ഒരു 3 ടീസ്പൂൺ ക്യാരറ്റും തുരുവിന ക്യാരറ്റേയും ഒന്ന് ചൂടാക്കിയിരിക്കുക. അല്ല പച്ചയ്ക്ക് പോടണമെന്ന് വിരുപ്പമുള്ള ആൾക്ക് പച്ചയ്ക്ക് തിരുവി പോട്ടിട്ടാലും പോരും. കൂട്ടത്തിൽ നിറച്ച് കൊത്തമല്ലി തഴയും പോട്ട് നന്നാ മിക്സ് പണി എടുത്തിട്ടാൽ പോരും. തൈര് സേമിയ ചൂടുകാലത്തിൽ ഇതുപോലെ തൈര് സേമിയ കഴിക്കുന്നത് ரொம்ப സുഖമായി ഇരിക്കുകയും ചെയ്യും, നല്ല കുളിർച്ചயாக ഇരിക്കുകയും ചെയ്യും. നമ്മൾ തൈര് സാദം பண்ணுறது പോലെ இந்த തൈര് സേമിയാവും നമുക്ക് പണിയെടുക്കല. എല്ലാവരും இந்த രീതിയിൽ തൈര് സേമിയ பண்ணி பாருங்க. ഇത് கொஞ்சம் கூட கெட்டியாக പിടിക്കരുതെന്നുണ്ടാകുന്ന இந்த പാലും മോരും വിടരുത്, கொஞ்சம் കുറച്ച് വിട്ടിട്ട് ഇട്ടാൽ പോരും. ഇത് ഇരുക്ക கொஞ்சம் கூட கெட்டியாக வந்துடும். അതുകൊണ്ട് கொஞ்சം லூஸாக பண்ணி வச்சேன்னா நம்ம சாப்பிடுമ്പോൾ கரெக்டாக இருக்கும். மாற்றி வச்சுருக்கிற இந்த தாளிப்பும் கூட போட்டு நமக்கு டெக்கரேட் பண்ணி சர்வ் பண்ணலாம். தயிர் சாதத்துக்கு பதிலாக இது மாதிரி தயிர் சேமியா நமக்கு பண்ணி எல்லாருக்கும் கொடுக்கலாம்.